ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സിന്റെ റിവ്യൂ ആയിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഇതൊക്കെ അൺബോക്സ് ചെയ്തിട്ട് ഈ ബോക്സിലൊക്കെ എന്തൊക്കെയുണ്ട്, ഇതിന്റെ റിവ്യൂ ഒക്കെ എന്താണ് നോക്കാം. അപ്പോൾ ഞാൻ 3 മേക്കപ്പ് പ്രോഡക്ട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു റാൻഡംലി ഒരു 3 സെലക്ട് ചെയ്താണ്. സ്വിസ് ബ്യൂട്ടിന്റെ പെർഫെക്റ്റ് ലിക്വിഡ് കൺസീലർ, മേബിലിൻ ഇൻസ്റ്റന്റ് ഏജ് റിവൈൻ കൺസീലർ, മേബിലിൻ ഫിറ്റ് മീ മെയ്ഡ് പ്ലസ് പോർലെസ് ഫൗണ്ടേഷൻ. ഇങ്ങനെ ഈ 3 പ്രോഡക്ട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ എങ്ങനെയുണ്ട് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം റിവ്യൂ പറയാൻ പോകുന്നത് മേബിലിൻ ഇൻസ്റ്റന്റ് ഏജ് റിവൈൻ കൺസീലർ ആണ്. മൊത്തത്തിൽ പാക്കേജിങ് കാര്യങ്ങളൊക്കെ കൊള്ളാം, നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ ഉണ്ട്. കൊണ്ടുനടക്കാനും എല്ലാം എളുപ്പമാണ്, അപ്ലൈ ചെയ്യാനും കൊള്ളാമെന്ന് തോന്നുന്നു. ഇത് വരുന്നത് മൾട്ടി യൂസ് കൺസീലർ ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ട് നോക്കാം, കൺസീൽ ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഞാനിത് വാങ്ങിയിട്ടൊരു 1 വീക്കായി. അപ്പോൾ ജസ്റ്റ് കയ്യിലൊരു ഒരു റെഡ് ഡോട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കൺസീലാവുന്നോ നോക്കാം. ഞാൻ അപ്ലൈ ചെയ്തിട്ട് അതായത് ടാപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷേ ആ ഒരു റെഡ് മാർക്ക് കാണുന്നുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ടോ അറിയില്ല. പക്ഷേ ആ റെഡ് ഡോട്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, അത് കൺസീലായിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി, പക്ഷെ എന്നിട്ടും അത് കൺസീലാവുന്നില്ല. അതായത് ഞാൻ കയ്യിലിട്ടുണ്ടാണോ എന്ന് അറിയില്ല. പക്ഷേ ഞാൻ അണ്ടർ ഐയിലും ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അത്രത്തോളം കൺസീലായ പോലെ തോന്നിയില്ല. ചിലപ്പം ഇനി ഞാൻ യൂസ് ചെയ്തതിൻ്റെ കുഴപ്പമാണോ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് അത്ര നല്ലതാണെന്ന് തോന്നിയില്ല. ഇപ്പം നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മേബിലിൻ ന്യൂയോർക്കിൻ്റെ തന്നെ ഫിറ്റ് മീ മെയ്ഡ് പ്ലസ് പോർലെസ് ഓയിൽ കൺട്രോൾ പൗഡറാണ്. ഇപ്പം ഇതിൽ പറയുന്നത് അപ് ടു 16 hours വരെ ഓയിൽ കൺട്രോൾ ചെയ്യുന്നതാണ്. പ്ലസ് SPF 32 PA +++. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് 128 ആണ്. അപ്പം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി റൗണ്ട് ബോക്സ് ആണ് വരുന്നത്. നമുക്കത് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടെടുക്കാൻ പറ്റിയ ചെറിയൊരു ബോക്സ് ആണ് വരുന്നത്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്താൽ നമുക്കൊരു മിറർ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു ചെറിയൊരു അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു റൗണ്ട് ഷേപ്പിലൊരു സ്പഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് 128 ഷെയ്ഡാണ് വരുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ കൊള്ളാം. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ടോട്ടലി ഇപ്പോൾ നോക്കുമ്പോൾ കൊള്ളാം. ഇതിൽ പറയുന്നത് 16 hours വരെ ഇത് നമുക്ക് ഓയിൽ കൺട്രോളിലായിട്ട് നിൽക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പിന്നീട് റിവ്യൂ ഇടാം. അപ്പോൾ ഓവറോൾ ഇതിങ്ങനെ പാക്കേജിങ്ങും കാര്യങ്ങളും പ്രോഡക്ട്സും കാര്യമൊക്കെ മൊത്തത്തിൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ പ്രോഡക്റ്റ് അതൊരു കൺസീലർ തന്നെയാണ്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെയാണ്. സ്വിസ് ബ്യൂട്ടീൻ്റെ പെർഫെക്റ്റ് ലിക്വിഡ് കൺസീലറാണ്. നമ്മൾ ആദ്യ 2 പ്രോഡക്റ്റ് മേബിലിൻ്റെ ആയിരുന്നു, ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെയാണ്. ലിക്വിഡ് കൺസീലറാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ ഒരു ചെറിയ ട്യൂബ് അണയ്ക്കുന്ന സാധനമാണ്. മൊത്തത്തിൽ പാക്കേജിങ് ഒക്കെ കൊള്ളാം, നല്ല അടിപൊളി സാധനം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 05 മീഡിയം മോയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ മേബിലിൻ്റെ ഇൻസ്റ്റന്റ് ഏജ് റിവൈൻ കൺസീലർ മറ്റേ നമ്മൾ കൺസീൽ ചെയ്യാൻ നോക്കിയാൽ സെയിം ഒരു റെഡ് ഡോട്ട് ഉണ്ട്, അതിൽ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് കമ്പയർ ചെയ്യാമല്ലോ. ഞാനത് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ അത് കൺസീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാം ആ ഒരു റെഡ് ഡോട്ട് അതിൽ കാണുന്നില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ കൺസീൽ ചെയ്യും. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ പെർഫെക്റ്റ് ലിക്വിഡ് കൺസീലറാണ് ഒന്നുകൂടെ കൺസീലാവാൻ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഓവറോൾ ഇത് നല്ലൊരു കൺസീലറാണ്. ഓക്കെ, ഇതുപോലെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ എവരിവൺ.